യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നല്ലേ നിങ്ങളെ വാദം? നബവി ഇമാം മുശ്രിക്കാണോ? നബി ഇമാമിനെ തള്ളിയാ നിങ്ങൾ? നിങ്ങൾക്ക് മാത്രം ഒരു പ്രമാണം തിരിയ, നബി ഇമാമിന് തിരിയില്ല, ഷൗക്കാനിക്ക് തിരിയൂല, ഒരാണിക്കും തിരിയൂല. നിങ്ങൾക്ക് ആർക്ക്? നമ്മളെ കായക്കൊടിക്കോ അപ്പുറത്ത് അനസുമോലിയും ലബ്ബനും കൂടി കൂട്ടിക്കോ. നിങ്ങളെ മുജാഹിദുകൾ തന്നെ എഴുതി തള്ളും. ഈ സംവാദം മുജാഹിദുകളാണ് കേൾക്കേണ്ടത്. APF ഖാദിർ മൗലവി, അയാൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പും സക്കരിയ ഗ്രൂപ്പും വരട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ഉന്നതയിലാണ് ഞങ്ങൾ അണിതറച്ചുകൊണ്ടിരിക്കുന്നത്. കഴിയില്ല മക്കളെ നിങ്ങൾക്ക്. അതുകൊണ്ട് എന്റെ നാലാമത്തെ ചോദ്യമാണ്, നബവി ഇമാം മുശ്രിക്കാണോ? പറയണം. നബവി ഇമാമാണ് പറഞ്ഞത്. നിർത്തണട്ടോ, ഞാൻ പറഞ്ഞു. ബെല്ലടിച്ചത് ബെല്ലിന് പകരം വിസിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫുട്ബോളിന്റെ നാട്ടിൽ നിന്നായതുകൊണ്ട് വിസിലാണ്. ബെല്ലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ അത് കേൾക്കായിക വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു അരമിനിറ്റിന്റെ അടുത്ത് അധികമായി വന്നിട്ടുണ്ട്. അത് ഹനീഫ് മൗലവിക്ക് കൂടി അനുവദിച്ചു കൊടുക്കുന്നതാണ്. ഹനീഫ് മൗലവി തുടരുന്നു. ഇവിടെ ഈ വിഷയത്തിൽ ലോകത്തുള്ള പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ ഈ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞത്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളാണ്. ഇവിടെ തുഹഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിച്ചല്ലോ. ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്നിടത്ത് രേഖപ്പെടുത്തിയത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്നൊരു ചർച്ച ബാക്കി നിൽക്കുന്നു. ഈ സ്വീകാര്യമല്ലാത്ത ഒരു ഹദീസ് ഇവിടെ നമ്മൾ പോലും പ്രമാണം എഴുതലെന്താ? സ്വഹീഹായ ഹദീസ് എന്നാണ്. അപ്പോൾ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൗക്കാനി പ്രകടിപ്പിച്ച വീക്ഷണം, ആ വീക്ഷണത്തോട് മുജാഹിദുകൾ യോജിക്കുന്നില്ല എന്ന് കൃത്യമായി ഞാനിവിടെ പറഞ്ഞു. ഇനി ഇമാം നവവി പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കിടയിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വീക്ഷണമുണ്ട്. ഇവിടെ ശവ്വാലിലെ 6 നോമ്പ് ബിദ്അത്താണ് എന്നതാണ് ഇമാം മാലിക്കിന്റെ വീക്ഷണം. അതുകൊണ്ട് അദ്ദേഹം മുബ്തദിയാണെന്ന് പറയുമോ? അദ്ദേഹം ബിദ്അത്താണ്, ഒരു സുന്നത്തിനെ നിഷേധിച്ച ആളാണെന്ന് പറയുമോ? അതേപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അത്ര ഗൗരവമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് ശരിയല്ല, അത് അംഗീകരിക്കേണ്ടതില്ല, അത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്തായി വരാത്ത കാര്യങ്ങൾ അത് സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇമാം നവവി പറഞ്ഞത് വസുന്നത്തു മുഖദ്ദമത്തുൻ അലാ മാ ഖാലഹു വഅലാ മാ ഖാല. നബി ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതിനേക്കാൾ നാം മുന്തിക്കുന്നത് സുന്നത്തിനെയാണ്. അത് പണ്ഡിതന്മാർ അംഗീകരിച്ച ഒരു കാര്യമാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി മാത്രമല്ല, ഇമാം നവവിയെ തന്നെ തള്ളിയതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയാൻ, ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇമാം നവവിയുടെ പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. ഇത് എടുത്തു വെച്ചിട്ട് ഒരാൾ ചോദിക്കുക, അപ്പൊ ഇമാം നവവി കള്ളനാണെന്ന് നിങ്ങൾ പറയുമോ? ഇമാം നവവി അസത്യത്തിന്റെ ആളാണെന്ന് പറയുമോ? ഇതൊക്കെ കിതാബ് ഓതി എന്ന് വിചാരിക്കുന്ന കുറച്ചാളുകളെ മുമ്പിലിരുത്തി അവരെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ പറ്റും. സാധാരണക്കാര്, ഈ വിഷയം പഠിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ നിങ്ങളുടെ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നവർ മനസ്സിലാക്കും. ആ ചോദ്യത്തെ അവർ തള്ളിക്കളയും. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ അവിടെയാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നവർ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവനേക്കാൾ പിഴച്ചവൻ വേറെ ആരുണ്ട്? അതിൽ ഈസാ നബി പെട്ടു, അതിൽ ഉസൈർ പെട്ടു, അതിൽ മലക്കുകൾ പെട്ടു, അതിൽ ജിന്നുകൾ പെട്ടു, അതിൽ മഹാമാരി പെട്ടു. ആരോടും തേടാൻ പാടില്ല. ഇത് ഖുർആനിന്റെ കൽപ്പനയാണ്. അതിനെതിരായി അല്ലാഹു അല്ലാത്തവരോട് കാന്തപുരം സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ, അത് ഈ ആളുകൾ നടത്താമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ നാം എഴുതിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാനുള്ള സമയം ലഭിച്ചിട്ട് അത് തെളിയിക്കാൻ കഴിയാതെ ഒരു ഇസ്ലാഹ് മാസികയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ
കാര്യങ്ങളും മാത്രം പൊക്കിപ്പിടിച്ച് വരേണ്ടി വന്ന ഗതികേട് ജനങ്ങൾ മനസ്സിലാക്കി. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല, നിങ്ങൾ തന്നെ അംഗീകരിച്ചു. ഞങ്ങളത് മുമ്പേ പറഞ്ഞതാണ്. ഈ വാദം തെറ്റാണ്, ഈ വാദം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് തന്നെ മുജാഹിദുകൾ പറഞ്ഞു. അതുമല്ല, കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് മുജാഹിദുകൾ ഞങ്ങളെ അത് പഠിപ്പിച്ചുവെന്ന് ഈ ഫൈസൽ ഹസനി പ്രസംഗിച്ചല്ലോ കുന്നത്തേരി വെച്ച്. കോട്ടക്കലിൽ വെച്ച് ഞങ്ങൾ നിങ്ങളെ അത് പഠിപ്പിച്ചു. പക്ഷേ നിങ്ങളൊന്നും പഠിക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല. പഠിച്ചു വെച്ച ചില കാര്യങ്ങളൊട്ട് മറക്കുകയുമില്ല, അതൊട്ടൊഴിവാക്കുകയുമില്ല തെറ്റാണെങ്കിലും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ല.